സലീം കുമാറിന്റെ ഒറ്റ പ്രസംഗത്തിൽ ആകെ കിളിപോയിരിക്കുന്ന അവസ്ഥയിലാണ് CPM നിൽക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച സലീം കുമാർ അന്ന് CPMനെ എടുത്തിട്ട് അലക്കിയിരുന്നു. കേരളം അമേരിക്കയെ പോലെയാണെന്ന് പറഞ്ഞ വ്യക്തിയെ ഊളംപാറയിൽ കണ്ടുവെന്നും സലീം കുമാർ പറഞ്ഞു. പിന്നാലെ മെസ്സി കേരളത്തിൽ എത്താതിരുന്നതിന് പിന്നിൽ തന്റെ ഗോൾഡൻ ബൂട്ട് സഖാക്കന്മാർ അടിച്ചുമാറ്റുമെന്ന പേടിയിലാണെന്നും അന്ന് സലീം കുമാർ പറഞ്ഞു. തൊട്ടു പിന്നാലെ ഈ പ്രസംഗം കയറി വൈറലായി. പോരെ പൂരം. വലിയ സൈബർ ആക്രമണം സലീം കുമാറിന് നേരെ CPMൽ നിന്നുണ്ടായി. വീണ്ടും രംഗത്ത് വന്ന സലീം കുമാർ സഖാക്കന്മാരോട് പറഞ്ഞത് ഒറ്റ കാര്യമാണ്: പോയി പണി നോക്കട. തന്റെ മായാവി എന്ന സിനിമയിലെ സുപ്രസിദ്ധ ശൈലിയിൽ പോടാ എന്നും സലീം കുമാർ പറയുന്നുണ്ട്. മാനസികാരോഗികളെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ചിലർ തനിക്കെതിരെ പരാതി നൽകിയെന്നും അതിനു പിന്നിൽ സഖാക്കന്മാരാണെന്നും സലീം കുമാർ പറഞ്ഞു. വെറുതെയിരുന്ന സലീം കുമാറിനെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്ന CPMനെ അതേ നാണയത്തിൽ സലീം കുമാർ തിരിച്ചടിക്കുന്നുണ്ട്. ആ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. പ്രിയമുള്ള UDF പ്രവർത്തകരെ, ഞാൻ ശ്രീ VD സതീശന്റെ ഒറ്റ പ്രചരണത്തോടുകൂടി, ഒരു സ്റ്റേജ് പരിപാടിയോടുകൂടി ഈ പ്രചരണം അവസാനിപ്പിക്കണം എന്നാഗ്രഹിച്ച ഒരാളാണ്. അപ്പൊ എന്തൊരു പ്രസംഗം കയറി അങ്ങോട്ട് വൈറലായി. ആ മെസ്സിയുടെ കാര്യം പറഞ്ഞ പ്രസംഗം. അപ്പൊ അത് കണ്ട് സഖാക്കൾക്ക് കുരുപെട്ടാൻ തുടങ്ങി. എന്റെ ഓൺലൈനിൽ എന്നെ എവിടെ കാണുന്നോ അവിടെയൊക്കെ തെറി വിളിക്കാൻ തുടങ്ങി. എന്നെ മാത്രമല്ല, ഒന്നും അറിയാത്ത എന്റെ മോനെയും അവർ തെറി വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, അത് അവരുടെ സ്വഭാവമാണ്, അവർ ശീലിച്ചതേ പാലിക്കൂ. അല്ലാതെ നന്മയൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെ സമാധാനം. പിന്നെ എന്റെ ഫോട്ടോ ഓൺലൈനിൽ ഇട്ടിട്ട് ഒരു പോസ്റ്ററിലേക്ക് ഇട്ടിട്ട് ഇന്റുമാർത്തിട്ടേക്കണം, ഇവന്റെ പടം ഇനി കാണില്ല, ഇവൻ പറയുന്ന തമാശക്ക് ഇനി ചിരിക്കില്ല. എന്റെ പൊന്നു മോനെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഹാക്കളോട് പറയാനുള്ളത്, മായാവി എന്ന സിനിമയിലെ ഡയലോഗാ. ഇതൊക്കെ എന്ത് ഒന്നും കൂടി പറയാം, പോടാ. അത്രക്ക് മറുപടി മാത്രമേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. പിന്നെ വേറൊരു പേജ് ഞാൻ നോക്കിയപ്പോ ഒരു അരിപ്പൂട്ട് വെച്ചിട്ട് ഇൻഡു ഇട്ടേക്കണം. ഇനി ഈ പൂട്ട് നമ്മൾ തിന്നില്ല. കാരണം അന്വേഷിച്ചപ്പോൾ എന്താണ്, രമേശ് പിഷാരടി പുട്ടിന്റെ പരസ്യത്തിലിടത്തെ അരിപ്പൂട്ടുള്ള പരസ്യം. അതുകൊണ്ട് നമ്മൾ ഇനി അരിപ്പൊടി കൂട്ടി പുട്ടുണ്ടാക്കില്ല. അത്രക്ക് ലോലന്മാരവരാ. അപ്പൊ അവര് വെറുതെ വിട്ടേക്കാം. പിന്നെ ഞാൻ രാത്രി ഒന്നും പറയില്ല, ഇപ്പൊ ഇന്നലെ എന്റെ പേരിൽ കേസ് എടുത്തേക്കാം. അപ്പൊ പല TV-കാരും വന്നേക്കണത് അതെന്താന്ന്, അപ്പൊ അവരോട് പറഞ്ഞേക്കാം. എനിക്ക് വേറെ അത് ഇന്നലെ എന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് ഇവര്. ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തകരെ ഇങ്ങനെ മാനസിക വൈകല്യമുള്ളവരെ കളിയാക്കിയെന്ന് പറഞ്ഞിട്ട്. ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല, ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെ ഒന്നും കളിയാക്കിയിട്ടില്ല. കാരണം ഊളംപാറ എന്നൊരു ആശുപത്രി ഇല്ല. പിന്നെ 2 വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തികളും ഇല്ല. ഒരു പയ്യനും പിന്നെ ഒരു വ്യവസായി. മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഒരു പയ്യൻ വന്ന് അമേരിക്കയിൽ നിന്നിട്ട് അമേരിക്ക കേരളത്തേക്കാൾ മോശം സ്ഥലമാണെന്നും അമേരിക്കയിൽ നല്ല സ്ഥലമാണ് കേരളം എന്നൊരു പയ്യൻ പറഞ്ഞു. അവനെ ഊളംപാറയെ കൊണ്ടുവരുന്നാണ് ഞാൻ പറഞ്ഞത്. ഊളംപാറ എന്നൊരു ഹോസ്പിറ്റലും ഇല്ല, ഈ 2 കുട്ടികളും ഇല്ല. അപ്പോ ഇതാണ് എനിക്ക് നിങ്ങളോട് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ളത്. പിന്നെ അതാണ് പറഞ്ഞത്, കേസ് കൊടുത്തത് ഇയാളെ രാഷ്ട്രീയ പ്രചരണത്തിൽ നിന്ന് വിലക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നില്ല. കെമിസ്ട്രി പറയുന്നതിന് ആർക്കും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. എന്നാൽ ഒരു കെമിസ്ട്രി ഞാൻ പറഞ്ഞുതരാം. ഈ സൈനൈഡേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അത് അയിരികളിൽ നിന്നും, നമ്മുടെ ലോഹങ്ങളുടെ അയിരില്ലേ, അതിൽ നിന്ന് സ്വർണം വേർതിരിച്ച് എടുക്കാനുള്ള പൊട്ടാസ്യം, നമ്മൾ സ്വർണ്ണ പണിക്കാരോട് ചോദിച്ചറിയാം, പൊട്ടാസ്യം സയനൈഡ് ഒഴിച്ചിട്ടാണ് നല്ല സ്വർണം വേർതിരിക്കുന്നത്. ഇപ്പൊ CPM പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ, സ്വർണ്ണമുള്ള സ്ഥലത്ത് ഒരു സഖാവിനെ കൊണ്ടുവരുത്ത അവനത് വേർതിരിച്ചിട്ടിട്ട് ചെമ്പാക്കി മാറ്റും. അങ്ങനെ ശാസ്ത്രത്തെ വരെ അവർ തോപ്പിച്ചു വന്നേക്കാണ്. പറയുകയാണെങ്കിൽ മണിക്കൂറുകളോളം നിന്ന് പറയാനുള്ള തമാശകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞിക്കടമോൻ, ഞാൻ ഓരോ തെരഞ്ഞെടുപ്പിലും
അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഒരു ദിവസത്തെ കൺവെൻഷൻ ഞാനായിരുന്നു ഉദ്ഘാടനം. അദ്ദേഹം എന്റെ മരിക്കുന്നവരെ എന്റെ നല്ല സുഹൃത്തായിരുന്നു. ഇബ്രാഹിം കുഞ്ഞിക്ക ഈ മണ്ണിൽ നിന്നും ഇവിടെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും കളമശ്ശേരിയെ ശരിയാക്കിയ ആ വലിയ മനുഷ്യന്റെ ഓർമ്മകൾ ഇന്നും തളം കെട്ടി നിൽക്കുകയാണ്. ആ ഓർമ്മകൾക്ക് നിങ്ങൾ ഒരു നന്ദി കൊടുക്കണം. സ്വന്തം ജീവവായു പോലെ ഒരു സ്വന്തം കളമശ്ശേരിയെ സ്നേഹിച്ച ആ മനുഷ്യന്റെ മകനെ വൻപിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.